ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകത്തെ ജയിക്കുന്ന ജയം എന്താണ്? ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി പ്രാർത്ഥന, ഓപ്ഷൻ സി വിശ്വാസം. ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ മുഖവുരകളൊന്നും പറയുന്നില്ല, അല്പമായ ശാരീരിക അസ്വസ്ഥതയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ 1 യോഹന്നാൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ 3 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിബന്ധനകൾ അറിയുവാനായിട്ട് അവസാനം ഒന്ന് കാണുക. അവസാന നിബന്ധനകൾ പറയുന്നതായിരിക്കും. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോകത്തെ ജയിക്കുന്ന ജയം എന്താണ്? ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി പ്രാർത്ഥന, ഓപ്ഷൻ സി വിശ്വാസം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കയീൻ ആരിൽ നിന്നുള്ളവൻ ആയിരുന്നു? ഓപ്ഷൻ എ ദൈവത്തിൽ നിന്ന്, ഓപ്ഷൻ ബി ആദമിൽ നിന്ന്, ഓപ്ഷൻ സി ദുഷ്ടനിൽ നിന്ന്. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: എങ്ങനെ സ്നേഹിക്കണം? ഓപ്ഷൻ എ വാക്കിനാലും നാവിനാലും, ഓപ്ഷൻ ബി പ്രവൃത്തിയിലും സത്യത്തിലും, ഓപ്ഷൻ സി ആത്മാവിലും സത്യത്തിലും. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ആദ്യം മുതൽ കേട്ട ദൂത് എന്താണ്? ചോദ്യം ഒരു കൂടി ആവർത്തിക്കാം: ആദ്യം മുതൽ കേട്ട ദൂത് എന്താണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ആരാണ് കള്ളൻ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ആരാണ് കള്ളൻ? ആറാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ധൈര്യം എന്താണ്? ഏഴാമത്തെ ചോദ്യം: സ്വയം വഞ്ചിതനാകുന്നത് എപ്പോഴാണ്? എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അവസാന സമയമായി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒൻപതാമത്തെ ചോദ്യം: ദുഷ്ടൻ തൊടാത്തത് ആരെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ദുഷ്ടൻ തൊടാത്തത് ആരെയാണ്? പത്താമത്തെ ചോദ്യം: ഞങ്ങൾ ഒന്നിലധികമാണെങ്കിലും ഗുണത്തിൽ ഒന്നാണ്. ഞങ്ങളാരും, ഞങ്ങൾക്കുള്ള ഗുണം എന്താണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 2 പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നായിരുന്നു. വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും നാം എന്തു പ്രകാരം കാത്തിരിക്കുന്നു? ഉത്തരം ഇതാണ്: ഓപ്ഷൻ എ വാഗ്ദാന പ്രകാരം. 2 പത്രോസ് 3:13. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവം ശിക്ഷിക്കാതെ രക്ഷിച്ച ഒരു വ്യക്തി ആരാണ്? ഉത്തരം ഇതാണ്: ലോത്ത്. 2 പത്രോസ് 2:8-9 വാക്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: എന്താണ് കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്നത്? ഉത്തരം ഇതാണ്: മഞ്ഞുമേഘങ്ങൾ. 2 പത്രോസ് 2:17. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ഈ പുസ്തകത്തിൽ ഏതൊക്കെ മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം ഇതാണ്: 3 മൃഗങ്ങളാണ്: കഴുത, പന്നി, നായ. 2:22, 2:16. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: തിരുവെഴുത്തുകൾ കൂട്ടിക്കളയുന്നത് ആരാണ്? ഉത്തരം ഇതാണ്: 2 പത്രോസ് 3:16 കാണാം: അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ എന്ന് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവം ദീർഘക്ഷമ കാണിക്കുവാനുള്ള കാരണം എന്താണ്? ഉത്തരം ഇതാണ്: 2 പത്രോസ് 3:9 നമുക്കിങ്ങനെ വായിക്കാം: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ എന്ന്. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഭൂമി ഉണ്ടായത്. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ഭൂമി ഉളവായത് എങ്ങനെയാണ്? 2 പത്രോസ് 3:5 കാണാം: വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയെന്ന്. അപ്പോൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താലുമാണ് ഭൂമി ഉളവായത്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ആര് നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും? ഉത്തരം ഇതാണ്: 2 പത്രോസ് 2:1 കാണാം: ദുരുപദേഷ്ടാക്കന്മാർ നിമിത്തം. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണുകയും അകലെയുള്ളവ വ്യക്തമല്ലാതെ കാണപ്പെടുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്.
അത് ഏതാണ്? ഉത്തരം ഇതാണ്, ഹ്രസ്വദൃഷ്ടി എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 2 പത്രോസ് 1:9. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവയില്ലാത്തവയോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു: നശിച്ചു പോകുന്നവരെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് പത്രോസ് അപ്പോസ്തലൻ ഇതിനു മുൻപും ഒരാളെക്കുറിച്ച് ഇതേ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ചാണ്? വാക്ക് ഏതാണ്? ഏത് പുസ്തകത്തിലാണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്. നമുക്ക് ഈ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും: ജാത്യ പിടിവിട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെപ്പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കാൻ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. അപ്പോൾ ഇവിടെ നശിച്ചു പോകുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസ് 2:12. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അനീതിയുടെ കൂലി. അനീതിയുടെ കൂലി കുതിച്ച് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് യൂദയെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്നത്. പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും: അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തല കീഴായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. അപ്പോസ്തല പ്രവൃത്തി 1:18 യൂദയെക്കുറിച്ച് പത്രോസ് ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ അന്നമ്മ മാത്യു, സിസ്റ്റർ ജുവാന തോമസ്, സിസ്റ്റർ സീന സജി, സിസ്റ്റർ ഗീതമ്മ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ റെജി മോൾ, ബ്രദർ ജോർജ് ടി ജി. ബ്രദർ ജോർജ് ടി ജി ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. ഹായ് ബ്രദർ, ഫസ്റ്റ് പീറ്റർ 6th ക്വസ്റ്റ്യൻ ദൈവം എപ്രകാരം നിറവേറ്റണം? ഈ ഉത്തരവ് ശരിയാണെന്നാണ്. ഉന്മേഷത്തോടും ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും, താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. 5:2-3 വാക്യങ്ങളാണ്. ഇത് ദൈവഹിതം നിറവേറ്റുവാനുള്ളതല്ല, അധ്യക്ഷത ചെയ്യുവാനുള്ളതാണ്. ദൈവഹിതം നിറവേറ്റണമെന്ന് പറഞ്ഞത് അവിടെ ശരിയായ ഉത്തരം, ഞാൻ പറഞ്ഞ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ നമുക്ക് കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും വായിക്കുവാൻ സാധിക്കുന്നുണ്ട് ദൈവഹിതം എപ്രകാരം നിറവേറ്റണമെന്നുള്ളത്. സിസ്റ്റർ ഡാലി ജെയിൻ, സിസ്റ്റർ പ്രേംകുമാരി, ബ്രദർ ശശി കോട്ടയം, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ജലജ, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ ഷീല സുനിൽ, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ സുമ തോമസ്, sorry name not display, സുസമ്മ തോമസ്, സിസ്റ്റർ ആലിസ് യോഹന്നാൻ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ നാൻസി, സിസ്റ്റർ ജയവല്ലി, സിസ്റ്റർ ശോശമ്മ തങ്കച്ചൻ, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ ശോശമ്മ തങ്കച്ചൻ. ഓരോ ഉത്തരം വെച്ചാണ് അയച്ചിരിക്കുന്നത്. സിസ്റ്റർ സാറാമ്മ ഡേവിഡ്. ഒരുമിച്ച് ഉത്തരം വയ്ക്കുവാനായിട്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക. സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ മേരി പൗലോസ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ ശോശമ്മ തങ്കച്ചനാണ്. ഓരോന്നോരോന്നായിട്ടാണ് ഉത്തരം വച്ചിരിക്കുന്നത്. സിസ്റ്റർ വത്സമ്മ വർഗീസ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ആൻസി തോമസ് ജോൺ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ സാറാമ്മ ജോസഫ്. ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. നോക്കാം. ശരി ഉത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ വത്സമ്മ വർഗീസ്, സിസ്റ്റർ നാൻസി, സിസ്റ്റർ
ജലജ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ പ്രവീണ സുനിൽ, ബ്രദർ ജോർജ് ടി ജി. ഇത്രയും പേരാണ് ശരി ഉത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. നോക്കാം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഒരുമിച്ച് ഉത്തരം അയയ്ക്കുക. ഒരു ദിവസമാണ് ഉത്തരം അയക്കുവാനുള്ള സമയം. എല്ലാ ഉത്തരങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ്. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയയ്ക്കുക. വചനം വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവവചനം പഠിക്കുവാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിച്ചല്ലോ. പിന്നെയും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. ആമേൻ.